Today we have to discuss about the chapter to the world of animal. നമുക്ക് EVSലെ to the world of animal എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ക്രിയേച്ചേഴ്സ് ദാറ്റ് വി കീപ്പ് ഇൻ അവർ ഹൗസസ്. നമ്മളെ വീട്ടിൽ വളർത്തുന്ന മൃഗങ്ങളുടെ പേര് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിക്കുന്നത്. ഏതൊക്കെ ജീവികളെ പറ്റി നമുക്കറിയാം? ക്രിയേച്ചേഴ്സ് എന്ന് വെച്ചാൽ എന്താ? ജീവികൾ അല്ലേ? ദാറ്റ് വി കീപ്പ് ഇൻ അവർ ഹൗസസ്, നമ്മൾ വീട്ടിൽ കീപ്പ് ചെയ്യണ ജീവികൾ. ഏതൊക്കെ ജീവികളാ? കൗ പശു, ഗോട്ട് ആട്, ബഫലോ പോത്ത്, ചിക്കൻ കോഴി, ഡക്ക് താറാവ്, പാരറ്റ് തത്ത, ലവ് ബേർഡ്സ് ക്യാറ്റ് പൂച്ച, ഡവ് പ്രാവ്, ഡോഗ് പട്ടി. ഇത്ര മൃഗങ്ങളെ പറ്റി നമുക്ക് അറിയാം. ഏതൊക്കെ മൃഗങ്ങളാണ്? കൗ, ഗോട്ട്, ബഫലോ, ചിക്കൻ, ഡക്ക്, പാരറ്റ്, ലവ് ബേർഡ്സ്, ക്യാറ്റ്, ഡവ്, ഡോഗ്. ഇനി അടുത്തത്, വൈ ഡു വി റേസ് ആനിമൽസ്? എന്തിനു വേണ്ടിയാണ് നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ഫോർ ഫുഡ് അല്ലേ? ഫുഡിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ ഈ ഗോട്ടിൻ്റെ ഇറച്ചി മീറ്റ് ഫുഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ബഫലോൻ്റെ പിന്നെ ചിക്കൻ അതിൻ്റെ മീറ്റ്, ചിക്കൻ്റെ എഗ്ഗ്, ഡക്കിൻ്റെ മീറ്റ്, ഇതൊക്കെ നമ്മൾ ഫുഡിന് വേണ്ടി ഉപയോഗിക്കും. ഫോർ സേഫ്റ്റിക്ക് ഡോഗിനെയൊക്കെ വളർത്തുന്നത് എന്തിനാണ്? നമ്മൾ സുരക്ഷയായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട്. ഡോഗിനെയൊക്കെ ഫോർ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഫോർ എൻ്റർടൈൻമെൻറ്റ്, ലവ് ബേർഡ്സിനെയൊക്കെ നമുക്കൊരു വിനോദത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. അപ്പോൾ ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫോർ ഇൻകം കിട്ടുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു വരുമാനം കൂടിയാണ്. അവരുടെ കോഴീനെയൊക്കെ വളർത്തുമ്പോൾ മുട്ടയിൽ നിന്നൊരു വരുമാനം, പിന്നെ അതിൻ്റെ മീറ്റ് ഒക്കെ ഒരു വരുമാനമാണ് നമുക്ക്. കൗവും ഗോട്ടും ബഫലോ ഒക്കെ ഒരു വരുമാനമാണ്. കൗവിൻ്റെ മിൽക്ക് ഒക്കെ ഒരു ഇൻകം കിട്ടുന്ന ഇതാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്തൊക്കെയാണ്? വൈ ഡു വി റേസ് അനിമൽസ് എന്ന് പറഞ്ഞാൽ അതിന് എന്തിനു വേണ്ടിയാണ് നമ്മൾ വളർത്തുന്നത്? അതിൻ്റെ ആൻസേഴ്സ് എന്തൊക്കെ പറയാൻ പറ്റും? ഫോർ ഫുഡിന് വേണ്ടി, ഫോർ സേഫ്റ്റി, ഫോർ എൻ്റർടൈൻമെൻറ്റ്, ഫോർ ഇൻകം. ഇനി അടുത്തത്, ബെനഫിറ്റ്സ് ഓഫ് ഡൊമസ്റ്റിക് അനിമൽസ്. ഡൊമസ്റ്റിക് അനിമൽസ് നമ്മളെ വീട്ടിൽ വളർത്തുന്ന അനിമൽസാണ് ഡൊമസ്റ്റിക് അനിമൽസ്. ആ അനിമൽസിൻ്റെ ബെനഫിറ്റ് എന്തൊക്കെയാണ്? എന്തൊക്കെ ഗുണങ്ങളുണ്ട്? ഇപ്പോൾ ഒരു ഗോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് എന്തായിരിക്കും? ഗോട്ടിൽ നിന്ന് നമുക്ക് മിൽക്ക് കിട്ടും, മീറ്റ് കിട്ടും. ഗോട്ടിൻ്റെ കാഷ്ടം നമുക്ക് മാനറായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഒരു ജൈവ വളമാണ് അത്. ഹെന്നിൻ്റെ എന്താ? ഫോർ എഗ്ഗ്, മുട്ടയ്ക്ക് വേണ്ടിയിട്ട്, പിന്നെ മീറ്റിന് വേണ്ടിയിട്ട്, പിന്നെ ചിക്കൻ മാനർ, കോഴിയുടെ കാഷ്ടം വളമായിട്ട് ഉപയോഗിക്കുന്നു. കൗവിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുക? മിൽക്ക് കിട്ടില്ലേ? ഫോർ മിൽക്ക്. കൗ ഡങ് എന്ന് വെച്ചാൽ ചാണകം. ബഫലോ ഫോർ മിൽക്ക്, മീറ്റ്. ബഫലോ ഡങ് എന്ന് വെച്ചാൽ എന്താ? അതുപോലെ ബഫലോൻ്റെ കാഷ്ടം, അത് ഇത് തന്നെ ചാണകം. മീറ്റ് ഇറച്ചി, മിൽക്ക് പാല്. ക്യാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? എന്താ ഗുണമാണ് നമുക്ക് കിട്ടുന്നത്? എന്ത് ബെനിഫിറ്റാണ് ക്യാറ്റിൽ നിന്ന് കിട്ടുന്നത്? ഫോർ പ്ലഷർ, നമുക്കൊരു സന്തോഷമായിരിക്കും അല്ലേ? ഒരു വിനോദത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ക്യാറ്റിനെ വളർത്തുന്നത്. ഡോഗും അതുപോലെ തന്നെ നമുക്കൊരു വിനോദമായിട്ടും, പിന്നെ നമുക്കൊരു സംരക്ഷണം, പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ എന്താ? സംരക്ഷണം. അടുത്ത ക്വസ്റ്റ്യൻ, പിന്നെ നമ്മൾ പാരറ്റിനെ വളർത്തുന്നുണ്ട്. അതും ഒരു പ്ലഷറിന് വേണ്ടിയിട്ടാണ്, നമുക്കൊരു വിനോദമായിട്ടാണ് പാരറ്റിനെ വളർത്തുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഡു ക്രിയേച്ചേഴ്സ് ഡിഫർ? ഈ ജീവികൾ എങ്ങനെയാണ് ഓരോ ജീവികളും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്? ഇങ്ങനെയാണ്. അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഒരു ജീവിയുടെ ഷേപ്പ് ആയിരിക്കില്ല വേറൊരു ജീവിക്ക്. അപ്പോൾ അവരുടെ ഷേപ്പിൽ വ്യത്യാസമുണ്ട്. പിന്നെ എന്താ? സൈസിൽ, അതിന് അവരുടെ വലിപ്പം. ചില ജീവികൾ ചെറുതായിരിക്കും, ചിലത് നല്ല വലിപ്പമുള്ളത്. അപ്പോൾ സൈസിൽ വ്യത്യാസമുണ്ട്. പിന്നെ അവരുടെ കളറ് സെയിം ആയിരിക്കില്ല, കളറിൽ വ്യത്യാസമുണ്ട്. പിന്നെ സ്പോട്ട് എന്ന് വെച്ചാൽ അവരുടെ ഇങ്ങനെ പാടുകൾ, സ്ട്രിപ്പ്, അതിൻ്റെ വരകൾ ഓരോ ജീവികളുടെ വ്യത്യാസപ്പെട്ടിരിക്കും. ഹോൺസ് എന്ന് വെച്ചാൽ കൊമ്പ് വ്യത്യാസപ്പെട്ടിരിക്കും, നെയിൽസ് നഖങ്ങൾ. അപ്പോൾ ഓരോ ജീവികളും അവരുടെ ഷേപ്പിലും സൈസിലും കളറിലും സ്പോട്ടിലും സ്ട്രിപ്പ്, ഹോൺസ്, നെയിൽസ്, ഇതൊക്കെ ഒരു ജീവി മറ്റൊരു ജീവിയിൽ നിന്ന് വ്യത്യാസമായിരിക്കും അല്ലേ? അപ്പോൾ അടുത്തത്, റൈറ്റ് ദി നെയിംസ് ഓഫ് സം സീ ക്രിയേച്ചേഴ്സ്. നമ്മളുടെ കടലിൽ ജീവിക്കണ ജീവികളുടെ പേരുകൾ പറയണം. ഏതൊക്കെ ജീവിനെ പറ്റി അറിയാം? ക്രാബ്, പിന്നെ അടുത്തത് ഷാർക്ക്, ബ്ലൂ വെയിൽ, സീ ഹോഴ്സ്, സീ കൗ, സീ ടർട്ടിൽ, സാർഡൈൻ. ഏതൊക്കെ ജീവികളാണ്? ക്രാബ് ഞണ്ട്,
സ്രാവ്, നീലത്തിമിംഗലം, കടൽ കുതിര, കടലിൽ പശു, അങ്ങനെ കടൽ പശു ഉണ്ട്. പിന്നെ സീ ടർട്ടിൽ, കടലാമ, പിന്നെന്താ മത്തി. ഇതൊക്കെ കടൽ ജീവികളാണ് അല്ലേ. അപ്പം കടൽ ജീവികളുടെ പേര് ക്രാബ്, ഷാർക്ക്, ബ്ലൂ വെയിൽ, സീ ഹോഴ്സ്, സീ കൗ, സീ ടർട്ടിൽ, സാർഡിൻ. ദി ലാർജസ്റ്റ് ക്രിയേച്ചേഴ്സ് ഓൺ എർത്ത്, ഏറ്റവും വലിയ ജീവി, ഭൂമിയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ബ്ലൂ വെയിലാണ്, നീലത്തിമിംഗലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ക്രിയേച്ചേഴ്സ് ബേസ്ഡ് ഓൺ ദെയർ മൂവ്മെൻറ്റ്. ക്രിയേച്ചേഴ്സ് ജീവികളെ നമ്മൾക്ക് അതിൻ്റെ മൂവ്മെൻറ്റ്, ചലനം അനുസരിച്ച്, അവ ചലിക്കുന്നതിനനുസരിച്ച് അവയെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ എങ്ങനെയൊക്കെ ചലിക്കുന്നുണ്ട്? നടക്കുന്ന ക്രിയേച്ചേഴ്സ് ഉണ്ടാവും, നടക്കുന്ന ജീവികളുണ്ട്, ഇഴയുന്ന ജീവികളുണ്ട്, പറക്കുന്ന ജീവികളുണ്ട്, പിന്നെന്താ നീന്തുന്ന ജീവികളുണ്ട്. അപ്പോൾ ക്രിയേച്ചേഴ്സിനെ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. നാലായിട്ട് തിരിച്ചിരിക്കുന്നത് ഏതൊക്കെയാ? വാക്കിംഗ് ക്രിയേച്ചേഴ്സ്, ക്രോളിംഗ് ക്രിയേച്ചേഴ്സ്, ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സ്, സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്. നടക്കുന്ന ജീവികൾ, ഇഴയുന്ന ജീവികൾ, പറക്കുന്ന ജീവികൾ, നീന്തുന്ന ജീവികൾ അല്ലേ. അതിൽ നടക്കുന്ന ജീവികളിൽ വരുന്നതാണ് മനുഷ്യർ. ഹ്യൂമൻ ബീയിങ്, കൗ, പശു, ആട്, ആന, ഡോഗ്, ഇതൊക്കെ വാക്കിംഗ് ക്രിയേച്ചേഴ്സിൽ വരുന്നതാണ്. ഹ്യൂമൻ ബീയിങ്, കൗ, ഗോട്ട്, എലഫൻറ്റ്, ഡോഗ്. ക്രോളിംഗ് ക്രിയേച്ചേഴ്സിൽ ഏതൊക്കെ വരിക? സ്നേക്ക്, സ്നെയിൽ, വോംസ്, സെൻറ്റിപ്പീഡ്, മില്ലിപ്പീഡ്. പാമ്പ്, ഒച്ച്, മണ്ണിര, പഴുതാര ഒക്കെ നമ്മുടെ ക്രോളിംഗ് ക്രിയേച്ചേഴ്സിൽ വരുന്നതാണ്. പഴുതാരയും തേളൊക്കെ എന്തായാലും ക്രോളിംഗ് ക്രിയേച്ചേഴ്സിൽ വരുന്നതാണ്. ഫ്ലൈയിങ് ക്രിയേച്ചേഴ്സിൽ ഏതാ വരുന്നത്? പറക്കുന്നതിൽ ക്രോ, പാരറ്റ്, ഈഗിൾ, സ്പാരോ, പീജിയൻ. കാക്ക, തത്ത, കഴുകൻ, കുരുവി, പ്രാവ്. സ്വിമ്മിങ് ക്രിയേച്ചേഴ്സിൽ ഏതൊക്കെയാണ് വരിക? സ്വിമ്മിങ് ക്രിയേച്ചേഴ്സ്, നീന്തുന്ന ക്രിയേച്ചേഴ്സ്, ഫിഷ്, ടോർട്ടോയിസ്, ബ്ലൂ വെയിൽ, ഡക്ക്, ക്രൊക്കോഡിൽ. മീൻ, ആമ, നീലത്തിമിംഗലം, ഡക്ക് മുതലൊക്കെ നമ്മളെ സ്വിമ്മിങ് ക്രിയേച്ചേഴ്സിൽ വരുന്നതാണ്.